ഹായ് ഹോൾ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഏത് ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ പെരുന്നാളിന് എന്തെങ്കിലുമൊക്കെ ഡെസേർട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ അന്ന് ഒരു വൈറലായ ഒരു ക്യാരറ്റ് ജാമുൻ്റെ റെസിപ്പി കണ്ടത്. അപ്പോൾ തലേന്ന് ദിവസം തന്നെ ഞാൻ ക്യാരറ്റ് ജാമുന് തയ്യാറാക്കി വെച്ച് അതിൻ്റെ റെസിപ്പി ചാനലിലുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി രാത്രി തന്നെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കലാന്ന്. കുറേ കാലമായില്ലേ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ രാവിലെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ കട്ടാക്കിയിട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ പെരുന്നാളെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും തന്നെ ഒരു സന്തോഷമുള്ള ദിവസമല്ലേ. അത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കാമെന്ന് പറ്റില്ല. പക്ഷെ നമ്മൾ നോമ്പൊക്കെ നോറ്റ് മാസം കണ്ടാൽ ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. പെരുന്നാൾ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പുതിയ ഡ്രസ്സും ഒരു ബിരിയാണിയൊക്കെ വെച്ച് പിന്നെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയി അതൊക്കെ ഒരു നല്ലൊരു രസമുള്ള കാലമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പിന്നെ പറയണ്ട, അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കട്ടാക്കിയിട്ട് ക്ലീനാക്കി വെക്കലാന്ന്. വേഗത്തിൽ തന്നെ പണിയൊക്കെ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ കുറച്ച് സമയം ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാമല്ലോ. അപ്പോൾ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പള്ളിയിൽ പോകണ്ടേ. അപ്പോൾ ഉമ്മ ഇപ്പുറത്തുനിന്ന് റൊട്ടി വാട്ടുന്നുണ്ട്. അപ്പോൾ റൊട്ടി വാട്ടിയതും ചായയും മുട്ടയൊക്കെ ആയിട്ട് ചായ കുടിച്ച് പിന്നെ നേരെ വേഗം ക്ലീനിങ്ങിലോട്ടേക്ക് പോയി വേഗം എല്ലാം ഒന്ന് അടുക്കി പൊറുക്കി വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം ക്ലീനാക്കിയിട്ട് ഒന്ന് അടിച്ച് വാരി എടുക്കലാന്ന്. അപ്പോൾ അപ്പോഴത്തേക്കും മക്കളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കലാന്ന്. പിന്നെ പെരുന്നാളല്ലേ, രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റണ്ടേ. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ബിരിയാണീൻ്റെ മസാലയൊക്കെ റെഡിയാകുന്നുണ്ട്. പിന്നെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് ബിരിയാണിയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളുടെ എൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഫോട്ടോ എടുക്കലാന്ന്. അപ്പോൾ കുട്ടികളെ ഫോട്ടോ എടുക്കലെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. അവർ നിൽക്കുകയൊന്നും ചെയ്യൂല. എങ്കിൽ എനിക്ക് കഴിയുന്ന പോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. രണ്ടാളും പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ടൊന്നും ഒരു അടുത്ത് ഇരുന്നിട്ടൊന്നും ഒരു ഫോട്ടോയിലും കിട്ടൂല. അപ്പം ഞാൻ അടുപ്പിച്ചിരുത്തിക്കലാന്ന്. പക്ഷേങ്കിൽ അവർ നിൽക്കുന്നൊന്നുമില്ല. എന്നിട്ടങ്ങനെ പിന്നെ നമ്മൾ രാവിലെ തന്നെ വേറെ ഫുഡൊന്നും ആക്കിയിട്ടില്ല, ബിരിയാണി തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്, ഫുള്ള് ബിരിയാണി ആയിരിക്കും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ. അങ്ങനെ ഞാനും മോനൊക്കെ കഴിക്കലാന്ന്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ താത്താൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കളെയും കൊണ്ട് ഞാനും ഒക്കെ ഫോട്ടോ എടുക്കലാന്ന്. എല്ലാവരുടെയും പെരുന്നാൾ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നോ? അപ്പോൾ നമ്മുടെ പെരുന്നാൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഓരോരോ വീട്ടിലോ ഒക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോക്കാന്ന്. അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. വീട്ടിൽ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോവും, പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു വൈകുന്നേരം ആയപ്പോൾ പിന്നെ കുറച്ച് ദൂരെയുള്ള വീട്ടിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് കാക്കാൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ പോകാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി റെഡിയായിട്ട് പോക്കാന്ന്. അങ്ങനെ നമ്മളെ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോയി. നമ്മൾ തിരിച്ച് ലാസ്റ്റ് പിന്നെ കാക്കാൻ്റെ വൈഫുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവളെ വീട്ടിലുമാക്കി ഒന്ന് ആ വീട്ടിലും കൂടി കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് പുഡിങ്ങും പായസവും ചായൻ്റെ കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെയൊക്കെ അതൊക്കെ കഴിച്ചിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് ആദ്യം ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും വീഡിയോസുമായിട്ടും വരാം. അതുവരേക്കും ബൈ.